ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റിംഗ് ആയാലും വീഡിയോ എഡിറ്റിംഗ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കിടിലൻ 5 AI ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഓരോ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്നാപ്പ് എഡിറ്റ് ആണ്. സോ സ്നാപ്പ് എഡിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് അതൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഓരോ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കാം. സോ ഞാനിപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിമൂവ് ഒബ്ജക്ട്സ്, അതേപോലെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട്, എൻഹാൻസ് ഇമേജ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് റിമൂവ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞ ഫീച്ചർ തന്നെ നമുക്ക് ആദ്യം നോക്കാം. നമ്മൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ മുകളിൽ ഇവർ തന്നെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫോട്ടോസിൽ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ഫോട്ടോ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. സോ ഇതിൽ ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഒരു പ്രോ ആപ്പാണ്, അതായത് നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഓട്ടോ AI എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അത് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ടിൽ ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇതേപോലെ സെലക്ട് ചെയ്തിട്ടും ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് റിമൂവ് എന്നുള്ള ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ ജസ്റ്റ് വൺ ക്ലിക്കിൽ തന്നെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയി പോയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്കിനി അടുത്തൊരു ഫീച്ചേഴ്സിലേക്ക് പോവാം. സോ ഇവിടെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആണ്. സോ നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള അടുത്തൊരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇവിടെ ആഡ് ഉണ്ടാവും, നമ്മൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇതെന്നുണ്ടല്ലേ, നമുക്ക് ജസ്റ്റ് നമ്മൾ അതിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ റിമൂവ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇത് നമ്മൾ ബാക്ക് അടിക്കുക. സോ ബാക്ക് അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നിക്കൽ നിങ്ങളുടെ അതായത് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ കുറേ അധികം ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവും, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. സോ നമ്മുടെ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് എൻഹാൻസ് ഇമേജ് ആണ്. അതായത് നമ്മുടെ ലോ ക്വാളിറ്റി ഇമേജസ് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഹൈ ക്വാളിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ എൻഹാൻസ് ഇമേജ് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഇമേജ് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എൻഹാൻസ് വാച്ച് ആൻഡ് ആഡ് ഉണ്ട്. അതുപോലെ പ്രോ ഫീച്ചർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻഹാൻസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എൻഹാൻസ് വാച്ച് ആൻഡ് ആഡ് കൊടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ പ്രോ ഒന്നും എടുത്തിട്ടില്ല. ആഡ് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് വരും, എന്നാലും അത് തെറ്റടിച്ച് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിതാ വളരെ സിമ്പിളായിട്ട് നമുക്കത് എൻഹാൻസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഫോട്ടോ. സോ എൻഹാൻസ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് റിസൾട്ട് 1 റിസൾട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ യൂസ്ഫുൾ അല്ലെങ്കിൽ ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇവിടുന്ന് സേവ് ചെയ്യാൻ പറ്റും. സോ ഇതിലുള്ള അടുത്തൊരു ഫീച്ചറാണ് AI സ്കൈ റീപ്ലേസ്മെൻറ്റ്. അതായത് നിങ്ങൾ എടുത്തുള്ള ഫോട്ടോസിലുള്ള സ്കൈയുടെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ വന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. റീപ്ലേസ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങളെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് കളർ ഗ്രേഡും കൂടെ ചെയ്ത് കിട്ടും. സോ അതെങ്ങനെയാണ് നോക്കാം. നമ്മൾ AI സ്കൈ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ഒരു ഫോട്ടോ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ ആഡ് ഉണ്ടാവും. ആഡ് വന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളിപ്പോൾ ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്കൈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കൈയും മാറി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫോട്ടോയുടെ കളർ ഗ്രേഡിങ്ങും മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കൈ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ ഒരു സ്കൈക്ക് കണക്കായിട്ട് നമ്മുടെ ഫോട്ടോ കളർ ഗ്രേഡ് കൂടെ ചെയ്ത് കിട്ടും. സോ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയും ഇതിൽ കുറേ അധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ വയർ റിമൂവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതും നമ്മൾ അൺവാണ്ടഡ് ഒബ്ജക്ട്സ് റിമൂവ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് നിങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോസിൽ ഈ ലൈൻ കമ്പി അങ്ങനത്തെ കുറച്ച് വയേഴ്സോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് റിമൂവ് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇവിടെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. സോ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തൊക്കെ. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സ്നാപ്പ് എഡിറ്റ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 3D ലട്ട് മൊബൈൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ആണ്. സോ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് ഫ്രീ ആയിട്ട് ലട്ടൊക്കെ കിട്ടുന്ന ഒരു കിഡിൽ ആപ്ലിക്കേഷൻ ആണ്. സോ കിഡിലായിട്ടുള്ള ലട്ട്സ് ആണ് ചോദിക്കാൻ നമുക്ക് പറയാൻ ഫ്രീ ആയിട്ടാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ആപ്ലിക്കേഷൻ ഇന്റർഫേസ് വരുന്നത് ഇതാണ് അതിന്റെ ഒരു ഇന്റർഫേസ് പറയുന്നത്. സോ നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്യാണ്, നമ്മുടെ ഗാലറിയിൽ ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ ഈ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഡ് സ്റ്റോറി, എഡിറ്റ് പിക്ക്, അതേപോലെ മൊബൈൽ വീക്ക്ലി എന്നൊക്കെ പറഞ്ഞ കുറെ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ അവിടുന്ന് സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലുള്ള കുറച്ചധികം ലഡ്സ് നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. സോ വളരെ നല്ല ലട്ടാണോ ചോദിച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾക്ക് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇതിന്റെ താഴെയായിട്ട് സെറ്റ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ ഫസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറെ അധികം ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചില ലഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ്. കണ്ടില്ലേ,
സോ വളരെ നല്ല കിഡിലായിട്ടുള്ള ലെറ്റ്സ് ഒന്നും ഞാൻ പറയില്ല. എന്നാലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ചില ക്ലിപ്സിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇതുപോലെയുള്ള ലെറ്റ്സ് ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് 3D ലെറ്റ് മൊബൈൽ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ ലെറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ഉണ്ട്. സോ ഈ ഒരു ലെറ്റ് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. സോ ഇതിൽ കുറേ അധികം ലെറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് വരുന്നത്. അതിൻ്റെ ഇൻ്റർഫേസ് ആയാലും ഇതിൽ കൊടുത്തുള്ള ലെറ്റ്സ് ആയാലും ഒക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ച് ആരും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം. പക്ഷേ ചില ക്ലിപ്പിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു ആപ്ലിക്കേഷനിലേക്ക് പോകാം. സോ അടുത്തൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോട്ടോ ലീപ്പ് ആണ്. സോ ഫോട്ടോ ലീപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഇന്റർഫേസിലേക്ക് പോവാം. സോ ഗൈസ്, ഇതാണ് നമുക്ക് ആ ഒരു ആപ്ലിക്കേഷന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് എഡിറ്റ് ഫോട്ടോ, ജനറേറ്റ്, അവതാർ, ഡബിൾ എക്സ്പോഷർ, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൽ ചില ഫീച്ചേഴ്സൊക്കെ പ്രോ ഫീച്ചേഴ്സാണ്. അതായത് നമുക്ക് പൈസ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. സോ കുറേ ആൾക്കാരൊക്കെ, അതായത് നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രോ ഫീച്ചേഴ്സ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ മോഡ് ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. ഞാൻ മോഡ് ആപ്ലിക്കേഷൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പ്രോ ഫീച്ചർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കാരണം അത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ ജനറേറ്റ് എന്നുള്ള അവരുടെ അതായത് പുതിയൊരു ഫീച്ചറിലേക്ക് പോവുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു സംഭവം കിട്ടും. സോ ഞാൻ ഇപ്പോൾ ഡോഗ് വിത്ത് ക്യാറ്റ് എന്നുള്ള ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. സോ പ്രോംപ്റ്റ് കൊടുത്ത് കുറച്ചൊരു ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലുള്ള കിഡിലായിട്ടുള്ള ഫോട്ടോസ് വളരെ സിമ്പിളായിട്ട് ഇതേപോലുള്ള കിഡിലായിട്ടുള്ള ഫോട്ടോസ് അവർ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. സോ ഇതാണ് അവരുടെ ഒരു പുതിയ ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ ഇവർ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇവർ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആ ഒരു എഡിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഫോട്ടോ വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇവിടെ AI ഫിൽറ്റേഴ്സ്, AI എക്സ്പാൻഡ്, സ്കൈ കട്ടൗട്ട്, ഓട്ടോ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, AI ഫിൽറ്റേഴ്സ് തന്നെ ഫസ്റ്റ് പോവാം. AI ഫിൽറ്റേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു സ്കാനിങ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ സ്കാൻ ചെയ്ത ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാർട്ടൂൺ പോലുള്ള ഒരു ഇമേജ്, അതായത് ആ റൊണാൾഡോയുടെ ഫോട്ടോ വന്ന ഒരു കാർട്ടൂൺ ഇമേജ് ആയിട്ട് അവർ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഇതേപോലെ മാറ്റി തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേറെ വേറെ ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, അതായത് ഇവിടെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജനറേറ്റ് ചെയ്തെടുക്കുക. സോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, അതായത് ജസ്റ്റ് വൺ ക്ലിക്കിൽ അത് ജസ്റ്റ് ഒരു സ്കാനിങ് പോലെ പോകുന്നുണ്ട്. ദെൻ നമുക്ക് ആ ഒരു ഫോട്ടോ ജനറേറ്റ് ആയി കിട്ടുന്നുമുണ്ട്. നമ്മൾ അടുത്തൊരു ഫീച്ചറിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ AI എക്സ്പാൻഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ നോർമലി ഒരു ഫോട്ടോ എടുത്തു, ആ ഒരു ഫോട്ടോ വന്ന് നിങ്ങൾക്ക് ഒരു 1:1 റേഷ്യോയിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് DP ഒക്കെ വെക്കുന്ന സമയത്ത് സൈഡൊക്കെ ക്രോപ്പ് ആയി പോകുന്ന ഒരു പ്രശ്നമുണ്ട്. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫീച്ചറാണിത്. നിങ്ങളിപ്പോൾ 1:1 ഈ ഒരു ഫോട്ടോ മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ 1:1 കൊടുക്കുക. നമ്മൾ ഇതേപോലെ എക്സ്പാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇതേപോലെ ജനറേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് ജനറേറ്റ് ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. സോ ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. മനസ്സിലായില്ലേ? ഓരോന്നും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ആയിട്ടുള്ള ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ യൂസ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാച്ചായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി സംഭവങ്ങൾ അവർ ജനറേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. ദെൻ അതുപോലെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് സ്കൈ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ആപ്ലിക്കേഷനിൽ കണ്ടാണ് സ്കൈ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഇതിൽ സ്കൈ ഇല്ലാത്തതുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്തത്. സോ ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വന്ന് നമുക്കൊരു പെയ്ഡ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു യെല്ലോ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട് അവർ. അതിൽ നമുക്ക് AI ബാക്ക്ഗ്രൗണ്ട്സ്, അതേപോലെ ചേഞ്ച് ബാക്ക്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നുണ്ട്. സോ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫോട്ടോ റൂം എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്. സോ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇന്റർഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഒരു ഫോട്ടോ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് വൺ ക്ലിക്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ സെലക്ട് ഫോട്ടോ എന്നുണ്ട്. ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഫോട്ടോ വന്ന് ഇതിലേക്ക് സെലക്ട് ചെയ്യുക. ഇതേപോലെ സ്കാൻ ചെയ്യുന്ന പോലെ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. നിങ്ങളുടെ ഫോട്ടോന്ന് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ വളരെ സിമ്പിളായി റിമൂവ് ആയി കിട്ടും. ദെൻ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ യൂസ് ചെയ്തിട്ട് എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്രൊഫൈൽ പിക്സ് ഇവിടെ ഓൾറെഡി ഇവർ തന്നെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഒരു ഫോട്ടോ മാത്രമേ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. ആ ഒരു ഫോട്ടോ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അടുത്ത പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് ഇപ്പോൾ പല ബാക്ക്ഗ്രൗണ്ടിൽ പല സൈസിൽ ഇതേപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. കണ്ടില്ലേ?
പല സൈസിൽ നമുക്കിവിടെ അവർ വളരെ സിമ്പിളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ താഴോട്ട് പോകുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി സൈസ്, അതേപോലെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ സൈസ്, റീൽ സൈസ്, ടിക്ടോക്ക് അങ്ങനെ പല രീതിക്ക് നമ്മുടെ ഫോട്ടോസ് ഇവരെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എഡിറ്റിംഗ് ക്ലാസിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇവിടെ വന്ന് നിങ്ങൾ കുറേ അധികം എഡിറ്റിംഗ്, അതായത് നിങ്ങളുടെ ഫോട്ടോ ഇവർ തന്നെ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അതായത് ഒന്നാമത്തെ പറയുന്ന ബ്ലർ, അതായത് നിങ്ങളുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കിയിട്ട് നിങ്ങളുടെ മാത്രം കറക്റ്റായി വെച്ചിട്ടുണ്ടാവും. അടുത്ത പറഞ്ഞാൽ കളർ സ്പ്ലാഷിൽ വരുന്നത് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും, നിങ്ങൾ കളറിലായിരിക്കും. ഓക്കെ. അടുത്ത പറഞ്ഞാൽ മോഷൻ ബ്ലർ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു മോഷൻ ബ്ലർ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു രീതിക്കുള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കണ്ടില്ലേ. ഈ ഒരു രീതിക്കുള്ള ഫോട്ടോ ആണ്. ഓക്കെ. ദെൻ അടുത്തതായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ അധികം എഡിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇതാ മാഗസിൻ കവേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതാ ജസ്റ്റ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതൊക്കെ നമുക്ക് ഈ ഒരു ഫോട്ടോ മീൻസ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതും ഒരു പ്രോ ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് പെയ്ഡ് ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതായത് ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലോഗോ ഉണ്ട്, അത് നിങ്ങൾക്ക് ജസ്റ്റ് ക്രോപ്പ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ആപ്ലിക്കേഷൻ സ്നാപ്പ് എഡിറ്റ് പോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അത് ജസ്റ്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ. സോ എല്ലാറ്റിനുള്ള സൊല്യൂഷൻ ഞാൻ ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. സോ നമ്മുടെ ഫൈനലായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വീഡിയോ ലീപ്പ് ആണ്. സോ വീഡിയോ ലീപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പം ഇതായിരിക്കും അതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ വീഡിയോ ലീപ്പിന്റെ ഇന്റർഫേസ് പറയുന്നത് ഇതായിരിക്കും. സോ ഇവിടെ മുകളിലായിട്ട് ഓട്ടോ എഡിറ്റ്, അതേപോലെ ടെംപ്ലേറ്റ്സ്, മർജ്, സ്പീഡ് എന്നൊക്കെ പറഞ്ഞ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഇതും ഒരു പ്രോ ആപ്ലിക്കേഷൻ ആണ്. അതായത് നമുക്ക് പൈസ കൊടുത്താൽ മാത്രമേ കുറച്ചധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് അധികമായിട്ടുള്ള എഡിറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതായത് ഒട്ടുമിക്ക എല്ലാ ആപ്ലിക്കേഷൻസും പെയ്ഡ് ആയിട്ടായിരിക്കും വരുന്നത്. സോ നിങ്ങൾ പൈസ കൊടുത്ത് യൂസ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ മോഡ് യൂസ് ചെയ്യേണ്ടി വരും. മോഡ് യൂസ് ചെയ്യുന്നത് എത്രമാത്രം സേഫ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രം മോഡ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. സോ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തന്നെ നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക. ടെംപ്ലേറ്റ് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടാവും. AEFX, അതുപോലെ ട്രെൻഡിങ്, ട്രാവൽ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ടാവും. സോ നിങ്ങൾക്ക് ഏതൊരു ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സ് ആണോ, മീൻസ് ഏതൊരു ടൈപ്പ് ഓഫ് വീഡിയോ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു ടൈപ്പ് ഓഫ് ഇവിടെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫാഷൻ ആണോ എന്താണോ വേണ്ടത് എന്നുള്ളത് ആ ഒരു ടൈപ്പ് ഓഫ് സെലക്ട് ചെയ്ത ശേഷം യൂസ് ടെംപ്ലേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കുക. സോ ഞാൻ ഇപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അതായത് നമുക്കിവിടെ 15 ക്ലിപ്സ് വേണം. അതായത് നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ ഒരു 15 ഫോട്ടോസ് റാൻഡ് ആയിട്ടുള്ള ഒരു 15 ഫോട്ടോ ഒന്ന് ഞാൻ ഇതേപോലെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. സോ വളരെ പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല, കാരണം ഞാനിപ്പോൾ ട്രാവൽ മീൻസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ മീൻസ് ആ ഒരു വീഡിയോ ജനറേറ്റ് ആവുന്നത് ഇതുപോലെ ആയിരിക്കും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ആ ഒരു ടെംപ്ലേറ്റിൽ എന്താണോ കണ്ടത് ആ ഒരു ടെംപ്ലേറ്റ് അതുപോലെ നമുക്ക് നമ്മുടെ ക്ലിപ്സ് യൂസ് ചെയ്തിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും, AI യൂസ് ചെയ്തിട്ട്. ഓക്കെ. അതായത് ഇതുപോലുള്ള വളരെ മനോഹരമായ ക്ലിപ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കിഡിലായിട്ടുള്ള വീഡിയോസ് ഇവർ ക്രിയേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് അത് വേണ്ട, വേറെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഓട്ടോ എഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടെ ഒന്ന് നോക്കി നോക്കാം. കാരണം ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും പ്രോ ആണ്. സോ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഒന്നും നമുക്ക് ഇവിടെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റൂല. സോ നമുക്ക് ഓട്ടോ എഡിറ്റ് എന്നുള്ള ആ ഒരു ബട്ടൺ മാത്രം മീൻസ് ആ ഒരു ഓപ്ഷനും കൂടെ നോക്കി നോക്കാം. നമ്മളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ലോഡിംഗ് ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ താഴെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. സോ നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയോ. കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് അടുത്തൊരു ടെംപ്ലേറ്റ് നോക്കി നോക്കാം. ഇതുപോലെ ബേസിക് ആയിട്ടുള്ള ഒരു ബ്ലറിന്ന് നമ്മുടെ ഫോട്ടോയിലേക്ക് വരുന്ന രീതിക്കുള്ള ഒരു ടെംപ്ലേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റ് നമുക്ക് ആനിമെ, കാർട്ടൂൺസ് പോലുള്ള സംഭവങ്ങളൊക്കെ എന്തായിരിക്കും, പെയ്ഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ സോ നിങ്ങൾക്ക് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്ത ശേഷം നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ടൈമിൽ കുറച്ചധികം ഫ്രീ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇപ്പം ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും പെയ്ഡ് ആയിട്ടുണ്ട്. സോ ഇന്നും വരുന്ന അപ്ഡേറ്റ്സിൽ ഇതുപോലുള്ള കുറേ അധികം കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്നതായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. സോ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അതായത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.